റൈറ്റിങ്ങിലുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒന്ന് നമുക്ക് നോക്കാം. അണ്ടർ റൈറ്റിങ്ങിൽ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പോലത്തെ പ്രോബ്ലംസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് അതിന് സ്റ്റാർട്ടിങ് പോലെയുള്ള കുറച്ച് പ്രോബ്ലംസാണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ വരും പാർട്ട് ഓഫ് ഇഷ്യൂസ് അണ്ടർ റിട്ടൺ ബൈ 2 or more അണ്ടർ റൈറ്റേഴ്സ്. അതായത് മുഴുവനായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ കംപ്ലീറ്റ് അണ്ടർ റൈറ്റിംഗ് ആണ് നോക്കിയത്. ഇതൊരു പാർട്ട് അണ്ടർ റിട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ടൈറ്റാൻ ലിമിറ്റഡ് ഇഷ്യൂ 20,000 ഷെയർസ് ഓഫ് ₹10 each. These shares were under return as follows: എക്സ് 10,000, വൈ 6,000. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ അറിയാം ടോട്ടൽ ആകുമ്പോൾ 16,000 ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു 4,000 എന്ന് പറയണത് എന്ത് ചെയ്തിട്ടില്ല, ആരും ഇതാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും അണ്ടർ റൈറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് വിത്തിൻ ദ കമ്പനിയുടെ കയ്യിൽ തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പാർട്ടല്ലേ ഉള്ളൂ, നേരത്തെ അത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുമായിരുന്നു. ഇതിന് ദ പബ്ലിക് അപ്ലൈഡ് ഫോർ 16,000 ഷെയർസ് ഇൻക്ലൂഡിങ് ദ മാർക്ക്ഡ് അപ്ലിക്കേഷൻ. അതിൽ മാർക്ക്ഡ് അപ്ലിക്കേഷൻ വരുന്നത് 2,400 ഷെയർസും എക്സിൻ്റെ 600 ഷെയർസും. ഡിറ്റർമൈൻ ദ ലയബിലിറ്റി ഓഫ് അണ്ടർ റൈറ്റേഴ്സ്. നമ്മൾ സാധാ എഴുതുന്ന പോലെ തന്നെ ഗ്രോസ് ലയബിലിറ്റി എഴുതുക. ഗ്രോസ് ലയബിലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈൻ്റെയും 10:6. 10:6 എന്ന് പറയുമ്പോൾ നമ്മളത് ചെറുതാക്കുമ്പോൾ 5:3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് നമുക്കത് കിട്ടും 5:3 എന്ന് പറയുന്ന റേഷ്യോ. അപ്പോൾ ഗ്രോസ് ലയബിലിറ്റി റേഷ്യോ എക്സിൽ എഴുതുമ്പോൾ 10,000, വൈയിൽ എഴുതുമ്പോൾ 6,000. ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു പുതിയൊരു കോളം കാണുന്നുണ്ട്, ടോട്ടലിന് പകരം കമ്പനി എന്ന് പറഞ്ഞിട്ട്. ടോട്ടൽ എഴുതണമെന്ന് നിർബന്ധമില്ല, ടോട്ടൽ എഴുതിയാലും കുഴപ്പമില്ല. ടോട്ടൽ കമ്പനി കഴിഞ്ഞിട്ട് ടോട്ടൽ എഴുതുക. അപ്പം നമുക്ക് ടോട്ടലിൽ 20,000 ആണ് എഴുതേണ്ടത്. കമ്പനിയിൽ 4,000 എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ 20,000-ൽ പാർട്ട്ലി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സും വൈയും സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് 10 + 6 16 ആണ്. ബാലൻസ് 4,000 കമ്പനിയിൽ എഴുതി. നിങ്ങൾ ടോട്ടൽ എഴുതുകയാണെങ്കിൽ ടോട്ടലിൽ എത്ര എഴുതുക, 20,000 എന്ന് എഴുതാം. ഇനി അതിൽ നിന്നും മാർക്ക്ഡ് അപ്ലിക്കേഷൻ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, അത് മൈനസ് ചെയ്യുക. മാർക്ക്ഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അൺമാർക്ക്ഡാണ് ആദ്യം കുറച്ചിരിക്കുന്നത്. അതെന്തിനാണ് അൺമാർക്ക്ഡ് ആദ്യം കുറച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മാർക്ക്ഡ് ആദ്യം കുറയ്ക്കുക. കാരണം അൺമാർക്ക്ഡിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പാർട്ട്ലി കേസിൽ അൺമാർക്ക്ഡ് അപ്ലിക്കേഷൻ പറഞ്ഞാൽ മാത്രം നമ്മളത് ചെയ്താൽ മതി. അപ്പോൾ മാർക്ക്ഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 2,400 600 ആണ്. അതാദ്യം മൈനസ് ചെയ്യുക. അപ്പോൾ 2,400 600 മൈനസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് അതിൽ മാത്രമേ ഉള്ളൂ. കമ്പനിയിൽ നമുക്ക് എന്ത് വരില്ല, മാർക്ക്ഡ് അപ്ലിക്കേഷൻ വരില്ല. ലെസ് അൺമാർക്ക്ഡ് അപ്ലിക്കേഷനിൽ വരണത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മക്കളെ, മൊത്തം 16,000 ഷെയർസാണ് അവർ ഇതാക്കിയിരിക്കുന്നത്, അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആ അപ്ലൈ ചെയ്തിരിക്കുന്നതിൽ നിന്നും ഇപ്പം മാർക്കഡായിട്ട് വന്നിരിക്കുന്നത് 2,400-ഉം 600. 2,400 + 600 3,000 ആണ്. അപ്പോൾ 16,000-ൽ നിന്നും 13,000 ഷെയർസും അൺമാർക്ക്ഡ് അപ്ലിക്കേഷനായിട്ടാണ് വരിക. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അൺമാർക്ക്ഡ് അപ്ലിക്കേഷൻ എക്സിനും വൈനും വരില്ല. എക്സിനും വൈനും വരാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കമ്പനിയുടെ കയ്യിലാണ് ഉള്ളത്. കംപ്ലീറ്റ്ലി അണ്ടർ റിട്ടേൺ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പാർട്ട് അവരുടെ കയ്യിലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് കമ്പനി തന്നെ ഇഷ്യൂ ചെയ്തപ്പോൾ എക്സും വൈയും പ്രപ്പോർഷൻ ബേസിസിലാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും കുറച്ച് ഭാഗം കമ്പനിയിലുണ്ട്. സോ വി ക്യാൻ അസ്യൂം ദാറ്റ് ദ റിമൈനിങ് ഷെയർസ് ഇസ് ഇൻ വിത്ത് ദ കമ്പനി ഇറ്റ് സെൽഫ് ആൻഡ് ദാറ്റ് റിമൈനിങ് ഷെയർസ് ഇസ് ബീങ് ട്രീറ്റഡ് ആസ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ ആയ 13,000, അതായത് ടോട്ടൽ ആപ്ലിക്കേഷൻ റിസീവ്ഡിൻ്റെ 16,000 മൈനസ് 2,400 + 600 ചെയ്യുമ്പോൾ നമുക്ക് 13,000 കിട്ടും. അത് കമ്പനിയിൽ നിന്നും കുറയ്ക്കാം. ഇങ്ങനെ 7,600, 5,400, 9,000 എന്ന് പറയുന്നത് കമ്പനിയിൽ കിട്ടും. ആ 9,000 ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഫിഗർ വന്നു കഴിഞ്ഞാൽ അത് സർപ്ലസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ആ സർപ്ലസിനെ 5:3 അല്ലെങ്കിൽ ഈ പറയുന്ന 10:6 മറ്റേ റേഷ്യോയിൽ എക്സിനും വൈക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അതാണ് അവിടെ പറയുന്ന പ്രോബ്ലം. ഇങ്ങനത്തെ ചോദിച്ച് കാണാറില്ല, ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം മിസ്. Brook Bond Limited issued 60,000 6% debenture of ₹100 each. 80% of the issue was underwritten by Mr. B
application for 40,000 debentures were received in all, out of which application for 30,000 debentures were marked. Determine the liability of Mr. B. ഇതിലും മക്കളെ എന്താ പറയുന്നത് കമ്പനിയുടെ വരും, കാരണം എന്താ വെച്ചാൽ പാർഷ്യലാണ് വരുന്നത് ഇതിൽ. പക്ഷേ ക്വസ്റ്റ്യനിൽ മിസ്റ്റർ ബിയുടെ ലൈബിലിറ്റി മാത്രമേ കണക്കാക്കാൻ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ കമ്പനിയുടെ എഴുതാത്തത്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രോസ് ലൈബിലിറ്റി റേഷ്യോ എഴുതാം. 60,000 ഡിബഞ്ചറിൽ 80% ബി ആണ് എടുത്തോളാം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് ലൈബിലിറ്റി എന്ന് പറയുന്നത് 60,000 × 80/100 48,000 അവിടെ എഴുതുന്നു. ഇനി അതിൽ നിന്നും മാർക്ക്ഡ് അപ്ലിക്കേഷൻ നമുക്കറിയാം 45,000 ആണ് അപ്ലിക്കേഷൻ ടോട്ടലായിട്ട് റിസീവ് ചെയ്യുന്നത്. അതിൽ നിന്നും ബിയുടെ മാർക്ക്ഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 30,000 ആണെന്ന് പറയുന്നു. സോ നമ്മൾ 30,000 കുറച്ചു, അവിടെ 18,000 നമുക്ക് കിട്ടി. ഇനി നമുക്കറിയേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സർപ്ലസ് ഉണ്ടോ എന്ന് അറിയണം. സർപ്ലസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്യുമ്പോൾ നെഗറ്റീവ് വന്നിട്ടാണ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നു അവിടെ സർപ്ലസ് ഉണ്ടെന്ന്. പക്ഷേ ഇവിടെ നെഗറ്റീവ് ഒന്നും വന്നില്ല, പക്ഷേ ഇവിടെ പാർഷ്യൽ ആയതുകൊണ്ട് കമ്പനിയുടെ കയ്യിൽ ചിലപ്പോൾ വല്ലതും ഇരിപ്പുണ്ടാവും. ആ കമ്പനിയുടെ കയ്യിൽ നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ കമ്പനിയുടെ കയ്യിൽ വരുമ്പോൾ കമ്പനിക്കത് കിട്ടുന്ന സമയത്ത് അത് സർപ്ലസ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി അലോക്കേറ്റഡ് ടു ദ റിമൈനിങ്, ആരാണോ എടുത്തത് അവർക്ക് കൊടുക്കണം. അപ്പം നമുക്ക് അതിൻ്റെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് അവിടെ നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. കാൽക്കുലേഷൻ ഓഫ് സർപ്ലസ് അപ്ലിക്കേഷൻ ടു ദ കമ്പനി. ടോട്ടൽ അപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നത് 45,000. അതിൽ നിന്ന് മാർക്ക്ഡ് അപ്ലിക്കേഷൻ കുറയ്ക്കുമ്പോൾ 30,000 കുറയ്ക്കുമ്പോൾ 15,000 ആണ്. ഇനി മക്കളെ കമ്പനിയുടെ കയ്യിൽ ഗ്രോസ് ലൈബിലിറ്റി ആയിട്ട് ഉണ്ടാവുന്നത് 80% ഇവരെടുത്ത് കഴിഞ്ഞാൽ ബാക്കി കമ്പനിയുടെ കയ്യിൽ. അപ്പോൾ 60,000 × 20/100 ചെയ്യുമ്പോൾ 12,000 കമ്പനിയുടെ കയ്യിലാണ്. അത് കമ്പനിയുടെ കയ്യിലുണ്ടാവുന്ന ഷെയർ മുഴുവൻ നമ്മൾ നേരത്തെ പ്രോബ്ലം പറഞ്ഞു, അത് ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അത് വിൽ ബി ട്രീറ്റഡ് ആസ് ഈ 45,000 അതായത് നമ്മൾ ഈ പറയുന്ന 60,000 20% കമ്പനിയുടെ കയ്യിലാണ്. ആ 20% ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ അൺമാർക്ക്ഡ് അപ്ലിക്കേഷനായിട്ടോ അല്ലെങ്കിൽ സർപ്ലസ് ആയിട്ടോ നമ്മളത് കണക്കാക്കും. അപ്പോൾ അത് നമ്മൾ ഇവിടെ സർപ്ലസ്, അപ്പോൾ അത് നമ്മൾ മൈനസ് ചെയ്യുക. അതായത് 15,000 നിന്ന് 60,000 × 20/100 ചെയ്ത് 12,000 കുറയ്ക്കുക. അപ്പോൾ സർപ്ലസ് അപ്ലിക്കേഷൻ 3,000 ഉണ്ട്. ആ 3,000 നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന അവിടെ കൊണ്ടുപോയിട്ട് സർപ്ലസ് അപ്ലിക്കേഷൻ അക്വയറിങ് ഇസ് ക്രെഡിറ്റഡ് ടു ബി. സർപ്ലസ് ആയിട്ടും കാണിക്കാം അല്ലെങ്കിൽ അൺമാർക്ക്ഡ് ആയിട്ടും നമുക്കത് കാണിക്കാം. ഓക്കെ, അതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് 15,000 ഷെയർസ് കിട്ടുന്നു. ഇനി നമ്മൾ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് നെസ്ലെ ലിമിറ്റഡ് ഇഷ്യൂഡ് 30,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച്. 75% ഓഫ് ദ ഇഷ്യൂ വാസ് അണ്ടർറിട്ടൺ ബൈ മിസ്റ്റർ സി. അപ്ലിക്കേഷൻ ഫോർ 21,000 വെയർ റിസീവ്ഡ് ഇൻ ഫുൾ ബൈ ദ കമ്പനി. ഡിറ്റർമൈൻ ദ ലൈബിലിറ്റി ഓഫ് മിസ്റ്റർ സി. സിയുടെ മാത്രം ലൈബിലിറ്റി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അയാളുടെ ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ 75%. അപ്പോൾ 30,000-ൻ്റെ 75% പറഞ്ഞാൽ 22,500. ഇനി അതിൽ അപ്ലിക്കേഷൻ റിസീവ് ചെയ്തിരിക്കുന്നത് 21,000 ഷെയറാണ്. അതിൽ 75 ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് ഈ കേസിൽ ഒന്നും നമുക്ക് ഇത്രയാണ് മാർക്കിടുന്നു ഇത്രയാണ് അൺമാർക്കിടുന്നു ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു ടോട്ടൽ അപ്ലിക്കേഷൻ റിസീവ് ചെയ്തിരിക്കുന്നത് 21,000 ആണ്. ആ 21,000-ൻ്റെ 75% തന്നെ ആയിരിക്കും മാർക്ക്ഡ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ആ 21,000-ൻ്റെ 75% എടുക്കുക, അത് 15,500. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് നെറ്റ് ലൈബിലിറ്റി കിട്ടും. ഇവിടെ അൺമാർക്കഡിനെ കുറിച്ചിട്ടോ സർപ്ലസിനെ കുറിച്ചിട്ടോ കമ്പനിയുടെ ബേസ് ചെയ്ത് വരുന്നുണ്ടെന്നോ ഒന്നും തന്നെ നമ്മളോടൊന്നും പറയാത്തത് കൊണ്ട് നമ്മളിങ്ങനെ മാത്രം ചെയ്താൽ മതി. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്, ഈ പ്രോബ്ലംസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകേണ്ടത് ക്ലാസ്സിൽ ചെയ്ത പോലത്തെ 6 പ്രോബ്ലം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുള്ളത്. ഇതൊന്നിങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അതുപോലത്തെ 1-2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, നോക്കാം. അതിൽ ക്രൂക്ക് Limited issued 30,000 equity shares of ₹10 each. The issue was underwritten as Mr. P, Mr. Q, Mr. R. അതിൽ 30, 60, 6 20%.
അപ്പോൾ മക്കളെ ഇവിടെ പറയുന്നത് വെൻ പാർട്ട് ഓഫ് ഇഷ്യൂ ഇസ് അണ്ടർ റിട്ടൺ ബൈ 2 or more പാർട്ടേഴ്സ്, ഇതും ഫുള്ളി ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. ഇതിലും എന്ത് പറഞ്ഞിട്ടില്ല മക്കളെ, എത്രയാണ് എന്താണ് മാർക്കറ്റ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടില്ല. ഈ നേരത്തെ പറഞ്ഞ പ്രോബ്ലം പോലെ തന്നെ അസ്യൂം ചെയ്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 30,000-ൻ്റെ 30% പീക്ക്, 30,000 ഇൻറ്റു 30/100 9,000. അതുപോലെ 30,000 ഇൻറ്റു 30/100 9,000 ക്യൂവിന് എഴുതുക. ഗ്രോസ് ലയബിലിറ്റി റേഷ്യോ 30,000 ഇൻറ്റു 20% 6 എഴുതുക. ഇനി നമ്മളോട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല മാർക്കറ്റ് എത്രയാണെന്നോ അൺമാർക്കറ്റ് എത്രയാണെന്നോ സർപ്ലസ് ഉണ്ടോയെന്നോ ഒന്നും, അല്ലെങ്കിൽ കമ്പനിക്ക് കൊടുക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അണ്ടർ റൈറ്റേഴ്സിൻ്റെ മാത്രം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ വി ആർ ഇൻ ആൻ മേക്കിംഗ് ആൻ അസംപ്ഷൻ ദാറ്റ് ഗ്രോസ് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തതിൻ്റെ ബേസിസിൽ എത്രയാണ് 25,000 ആണ് ഷെയർസ്. അത് ഈ സെയിം ഗ്രോസ് ലയബിലിറ്റിയുടെ പ്രൊപ്പോർഷനിൽ തന്നെ എടുത്തിട്ടുണ്ടാവും എന്നുള്ള അസംപ്ഷനിൽ 20,000 ഇസ് ബീങ് ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ ഓഫ് 30%, 3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ തന്നെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ അത് തന്നെ 30%. അപ്പോൾ 25,000 ഇൻറ്റു 30/100, 25,000 ഇൻറ്റു 30/100, 25,000 ഇൻറ്റു 20/100, അതാണ് 7,500. 7,500 5,000 അത് മൈനസ് ചെയ്യുമ്പോൾ നെറ്റ് ലയബിലിറ്റി കിട്ടും. നേരത്തെ ചെയ്ത അതേപോലെ, നേരത്തെ ഒരു അണ്ടർ റൈറ്റർ ആയിരുന്നു, 75% കൊടുത്തു. അതിലൊന്നും ഡീറ്റെയിൽഡ് മാർക്കറ്റ് അപ്ലിക്കേഷൻ പറയാത്തതുകൊണ്ട് അപ്ലിക്കേഷൻ റിസീവ്ഡിന് 75% നമ്മൾ കൊടുത്ത പോലെ തന്നെ ഇവിടെ ഒന്നിൽ കൂടുതൽ അണ്ടർ റൈറ്റേഴ്സ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഒന്നിനെക്കുറിച്ചും മാർക്കറ്റ് അപ്ലിക്കേഷൻ എത്രയാണെന്നോ അൺമാർക്കറ്റ് അപ്ലിക്കേഷൻ എത്രയാണെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രോസ് ലയബിലിറ്റിയിൽ നിന്ന് ടോട്ടൽ അപ്ലിക്കേഷൻ റിസീവ്ഡ് എന്ന് പറയുന്നതിൻ്റെ ഈ അതേ റേഷ്യോയിൽ, ഗ്രോസ് ലയബിലിറ്റി റേഷ്യോയിൽ തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ? Bharati Limited issued 25,000 shares of ₹100 each. The whole issue was underwritten by Mr. A. In addition, there is a firm underwriting of 5,000 shares by Mr. A. Application for 15,000 shares were received by the company. അതായത് 25,000 ഷെയർ ഭാരത് ലിമിറ്റഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് മൊത്തമായിട്ട് തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുൾ അണ്ടർ റിട്ടേൺ വരുന്നുണ്ട്. അത് കൂടാതെ ഒരു ഫേം അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത് 5,000 ഉണ്ട്. കമ്പനി റിസീവ് ചെയ്യുന്നതും ഫുള്ളാണ്. അപ്പോൾ മക്കളെ ഇത് എന്താ പറയുക, എക്സ്ക്ലൂഡിങ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എക്സ്ക്ലൂഡിങ് പറയാതിരിക്കുന്നത് കൊണ്ടും ഇവിടെ അൺമാർക്ക്ഡ് അപ്ലിക്കേഷൻസ് വേറെ ഒന്നും വരില്ല. കാരണം അയാൾ തന്നെ മുഴുവനായിട്ട് അണ്ടർ റൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രോസ് ലയബിലിറ്റി എന്ന് പറയുന്നത് 25,000. അതിൽ നിന്നും ടോട്ടൽ അപ്ലിക്കേഷൻ റിസീവ് ചെയ്തിരിക്കുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് 15,000. അത് നമ്മൾ മൈനസ് ചെയ്തു. അതിൻ്റെ കൂടെ ഫേം അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുക. ജസ്റ്റ് ഇൻക്ലൂഡിങ് കേസിൽ നമ്മൾ പറഞ്ഞ പോലെ ഇൻക്ലൂഡിങ് കേസിൽ ഫേം അണ്ടർ റൈറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രോസ് ലയബിലിറ്റി കഴിഞ്ഞിട്ട് അതിൽ നിന്നും അൺമാർക്ക്ഡ് അപ്ലിക്കേഷൻ കുറയ്ക്കുക, അത് കഴിഞ്ഞിട്ട് മാർക്ക്ഡ് അപ്ലിക്കേഷൻ കുറയ്ക്കുക, എന്നിട്ട് വല്ല സർപ്ലസ് ഉണ്ടെങ്കിൽ സർപ്ലസ് കുറയ്ക്കുക, എന്നിട്ട് ഫേം അണ്ടർ റൈറ്റിംഗ് ആഡ് ചെയ്യുക. ഇതാണ് നമ്മൾ ഇൻക്ലൂഡിങ് കേസിൽ ചെയ്യുക. അതേപോലെയാണ് ഇവിടെ ഫേം അണ്ടർ റൈറ്റിംഗ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മാത്രം മതി. എക്സ്ക്ലൂഡിങ് കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രോസ് ലയബിലിറ്റി ലെസ് അൺമാർക്ക്ഡ് ലെസ് മാർക്ക്ഡ് ലെസ് ഫേം അണ്ടർ റൈറ്റിംഗ് സർപ്ലസ് ഇഫ് എനി ദാറ്റ് ഇസ് ടു ബി ലെസ്, അത് കഴിഞ്ഞിട്ട് ഈ ഫേം അണ്ടർ റൈറ്റിംഗ് നമ്മൾ വീണ്ടും ആഡ് ചെയ്യണം. അതാണ് എക്സ്ക്ലൂഡിങ് കേസ്. ഓക്കെ, ഇവിടെ ഇൻക്ലൂഡിങ് കേസ് പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു പാർട്ട് ഓഫ് ഇഷ്യൂസ് അണ്ടർ റിട്ടൺ ബൈ ഓൺലി വൺ അണ്ടർ റൈറ്റർ, അതിൽ ഫേം അണ്ടർ റൈറ്റിംഗ് ഉണ്ടെങ്കിൽ പാർട്ട് ഓഫ് ഇഷ്യൂവിലും ഇതേപോലെ ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് ഇഷ്യൂ 10% 75,000 debentures, 75 lakh debentures of 70% of the issue was underwritten. 70% മാത്രം മിസ്റ്റർ എ അണ്ടർ റൈറ്റ് ചെയ്യുന്നു വിത്ത് എ ഫോം അണ്ടർ റൈറ്റിംഗ് ഓഫ് 10 lakh. മാർക്ക്ഡ് അപ്ലിക്കേഷൻ വേ 55 lakh debentures. കാൽക്കുലേറ്റ് ലയബിലിറ്റി നമുക്ക് എളുപ്പമാണ്. 70% നേരത്തെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഗ്രോസ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 75 ലക്ഷത്തിൻ്റെ 70%. അതിൽ മാർക്ക്ഡ് അപ്ലിക്കേഷൻ എത്രയാണെന്ന് പറയുന്നു. മാർക്ക്ഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ അപ്ലിക്കേഷൻ റിസീവ്ഡ് ഒന്നും പറഞ്ഞിട്ടില്ല, മാർക്ക്ഡ് അപ്ലിക്കേഷൻ മാത്രം പറയുന്നു. അത് നമ്മൾ ലെസ് ചെയ്യുക, 55 lakh മൈനസ് ചെയ്തു. എന്നിട്ട് നെറ്റ് ലയബിലിറ്റി അവിടെ നമുക്ക് 0 ആണ്. ഇനി ഫേം അണ്ടർ റൈറ്റിംഗ് ഉണ്ടെങ്കിൽ ഫേം അണ്ടർ റൈറ്റിംഗ് ആഡ് ചെയ്യുക. ഇതും ഇൻക്ലൂഡിങ് കേസ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഡിബഞ്ചറാണ്, അതിൻ്റെ കമ്മീഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. കമ്മീഷൻ കാണുന്ന സമയത്ത് 2%, അതായത് 52 lakh 50,000-ൻ്റെ 2% കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എത്രയാണെന്നും കൂടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് പോയാൽ മതി ഈ ക്വസ്റ്റ്യൻസൊക്കെ. പക്ഷെ നമുക്ക് നേരത്തെ ചെയ്തിരിക്കുന്ന പോലെ ഉള്ള ഇൻക്ലൂഡിങ് എക്സ്ക്ലൂഡിങ് കേസിൻ്റെ പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ അണ്ടർ റൈറ്റിങ്ങിൻ്റെ ചാപ്റ്ററിൽ.